ഹായ് ഡിയേഴ്സ്, ക്ലാസ് 4 പരിസര പഠനം യൂണിറ്റ് 10 കണ്ണെത്താ ദൂരത്ത് കയ്യെത്താ ദൂരത്ത് മുഴുവൻ പ്രവർത്തനങ്ങൾ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ പാഠങ്ങളും STD4 എന്ന പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. കൂട്ടുകാരി ചിത്രം നോക്കിക്കേ, എന്താണിത്? വേണുവും മുത്തച്ഛനും കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുന്നതാണല്ലേ. വേണു: മുത്തച്ഛ, അമേരിക്കയിലുള്ള ശാലിനി ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ക്ഷണക്കത്ത് വന്നിട്ടുണ്ട്. മുത്തച്ഛൻ: ഓഹോ, എന്നാണ് വന്നത്? പോസ്റ്റ്മാനെ കണ്ടില്ലല്ലോ. വേണു: ഇപ്പോൾ അവിടെ നിന്ന് അയച്ചിട്ടേ ഉള്ളൂ. മുത്തച്ഛൻ: കാലം പോയ പോക്കേ, കത്ത് അയച്ചപ്പോൾ തന്നെ അത് ഇവിടെ കിട്ടിയോ? വേണു: ഇത് ഇമെയിലാണ് മുത്തച്ഛ. മുത്തച്ഛൻ: പണ്ടൊക്കെ ഒരു കത്തയച്ചാൽ കിട്ടാൻ ദിവസങ്ങളോളം എടുക്കുമായിരുന്നു. വേണു: അതെയോ, എന്താണ് അങ്ങനെ? മുത്തച്ഛൻ: അക്കാലത്ത് കമ്പ്യൂട്ടറൊന്നും ഇല്ലായിരുന്നു. വേണു: മുത്തച്ഛ, അന്നൊക്കെ വിവരങ്ങൾ അറിയിച്ചിരുന്നത് എങ്ങനെയാണ്? മുത്തച്ഛൻ: അക്കാലത്ത് ഇന്നത്തെ പോലെ വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒന്നുമില്ലായിരുന്നു. പണ്ട് വിവരങ്ങൾ കൈമാറുന്നതിന് പ്രാവുകളെ ഉപയോഗിച്ചിരുന്നു. യുദ്ധകാലത്ത് സന്ദേശങ്ങൾ കൈമാറുന്നതിനും കരയിൽ നിന്ന് കപ്പലിലേക്ക് സന്ദേശങ്ങൾ അയക്കാനും പ്രാവുകളെയാണ് ഉപയോഗിച്ചിരുന്നത്. സന്ദേശങ്ങൾ അയക്കാൻ പരിശീലനം നൽകിയ പ്രാവുകളെയാണ് ഉപയോഗിച്ചിരുന്നത്. അവ സന്ദേശങ്ങൾ എത്തിച്ച ശേഷം തിരികെ വരുമായിരുന്നു. പഴയ കാലത്ത് പക്ഷികൾക്ക് പുറമെ വിവരവിനിമയത്തിന് മറ്റെന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നു? ഈ 3 ചിത്രങ്ങൾ നോക്കിക്കേ കൂട്ടുകാരെ. ഒന്നാമത്തേത് പെരുമ്പറ, രണ്ടാമത്തേത് ദൂതൻ, മൂന്നാമത്തേത് അഞ്ചലോട്ടക്കാരൻ. ഓരോ ചിത്രത്തിലെയും ആളുകൾ സന്ദേശങ്ങൾ കൈമാറുന്നത് എങ്ങനെയെല്ലാമാണ്? ആദ്യം പെരുമ്പറ. പെരുമ്പറ ഉപയോഗിച്ചിരുന്നത് രാജാക്കന്മാരുടെയോ പ്രഭുക്കന്മാരുടെയോ കാലത്തായിരുന്നു. അവർക്ക് പറയേണ്ട കാര്യങ്ങൾ അവർ പെരുമ്പറ കൊട്ടി ജനങ്ങളെ അറിയിക്കാറായിരുന്നു പതിവ്. അവിടെ ജീവിച്ചിരുന്ന മുഴുവൻ പ്രജകൾക്കും ഈ വിവരം അറിയാൻ സാധിക്കുമായിരുന്നു. രണ്ടാമത്തേത് ദൂതൻ. ഇതും രാജാക്കന്മാരുടെ കാലത്തായിരുന്നു പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ദൂരെയുള്ള ഒരാൾക്ക് അറിയിക്കാനുള്ള കാര്യങ്ങൾ ഒരു ദൂതൻ വഴി കത്തിലൂടെ സന്ദേശങ്ങൾ കൈമാറുകയായിരുന്നു ചെയ്തിരുന്നത്. ഇനി മൂന്നാമത്തേത് അഞ്ചലോട്ടക്കാരൻ. അഞ്ചലോട്ടക്കാരൻ എന്ന് പറയുന്നത് ഇന്നത്തെ പോസ്റ്റ്മാനെ പോലെയുള്ള ജോലി തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അതായത് കത്തുകൾ ശേഖരിച്ച് ദൂരെ സ്ഥലങ്ങളിലേക്ക് അവരുടെ മേൽവിലാസത്തിലുള്ള ദൂരെ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഒരു അഞ്ചലോട്ടക്കാരൻ്റെ ദൗത്യം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. വിവരങ്ങൾ കൈമാറാൻ കത്തുകൾ പോലെ മറ്റെന്തെല്ലാം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്? പട്ടിക പൂർത്തിയാക്കുക. ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്, ഇമെയിൽ. ഇനി ഏതെല്ലാം വിവര സംവിധാന മാർഗങ്ങൾ കൂട്ടുകാർക്കറിയാം? വാട്സാപ്പ്, ഫേസ്ബുക്ക്, പത്രം, ടെലിവിഷൻ, മൊബൈൽ ഫോൺ, ട്വിറ്റർ, കമ്പ്യൂട്ടർ, ഇതെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. നിങ്ങൾ എഴുതിയതിൽ താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം വാർത്താവിനിമയ ഉപാധികളുണ്ട്? ടീച്ചറുമായി ചർച്ച ചെയ്ത് അവയുടെ പേരെഴുതൂ. ഈ ചിത്രങ്ങൾ നോക്കിക്കേ. ഇതിൽ ഒന്നാമത്തേതാണ് കമ്പ്യൂട്ടർ, ടെലിവിഷൻ. ഈ മൂന്നാമത്തെ ചിത്രം കൂട്ടുകാർക്കറിയാമോ? ഇതാണ് ടെലിഗ്രാഫ്. ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു വാർത്താവിനിമയ ഉപകരണമാണ്. അടുത്തത് ടെലിഫോൺ, പത്രം, റേഡിയോ, മൊബൈൽ ഫോൺ, ഫാക്സ്, വാക്കി ടോക്കി. മാറ്റങ്ങൾ. അമ്മേ, എൻ്റെ പഠനയാത്രയുടെ കാര്യം അറിയിക്കാൻ അച്ഛന് കത്തെഴുതുകയാണോ? കത്ത് കിട്ടാൻ 3-4 ദിവസമാകില്ലേ? അമ്മയ്ക്കൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ? അതുമാത്രമല്ല, ഒരുപാട് വിവരങ്ങൾ അറിയിക്കാനുണ്ട്. വാർത്താവിനിമയ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും? നിങ്ങളുടെ പരിസര പുസ്തകത്തിൽ എഴുതൂ. എന്തൊക്കെയാണ് കൂട്ടുകാരെ? വാർത്തകൾ കൈമാറുന്നതിലെ വേഗത, കുറഞ്ഞ ചിലവ്, വിനിമയ സൗകര്യം എന്നിവയ്ക്കനുസരിച്ചാണ് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേൾവിയിൽ നിന്ന് കാഴ്ചയിലേക്ക്. വാർത്താവിനിമയ രംഗത്ത് അനുദിനം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അല്പകാലം മുൻപ് വരെ വാർത്തകൾ അറിയാൻ റേഡിയോ മാത്രമായിരുന്നു നാം ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ഉപകരണം. എന്നാൽ ഇന്നോ? മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തിയാക്കൂ. ആദ്യകാലത്ത് റേഡിയോ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അതിനു പകരമായി എല്ലാവരും ടെലിവിഷനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ കത്തായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചത്. ഇന്നോ? ഇമെയിലാണ്. ആദ്യകാലങ്ങളിൽ ടെലിഫോൺ ആയിരുന്നു ഉപയോഗിച്ചതെങ്കിൽ ഇക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അതെ, മൊബൈൽ ഫോണുകളാണ്. ഞങ്ങൾ വാർത്താവിനിമയ രംഗത്തെ നാഴികക്കല്ലുകൾ. ആദ്യത്തേത് ഏതാണ്? പത്രം.
കൂട്ടുകാരെ, ഞാൻ ലോകത്തിൽ ഏറ്റവും അധികം പ്രചാരമുള്ള വാർത്താവിനിമയോപാധികളിൽ ഒന്നാണ്. ലോകത്തിൻ്റെ ഏതു കോണിൽ നടക്കുന്ന പ്രധാന വിവരങ്ങളും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. പുതിയ പുതിയ വാർത്തകളുമായി ദിവസേന നിങ്ങളെ തേടിയെത്തുന്ന എന്നെ ദിനപത്രം എന്ന് വിളിക്കാറുണ്ട്. കമ്പ്യൂട്ടർ നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഇലക്ട്രോണിക് ഉപകരണമല്ലേ ഞാൻ? ആവശ്യാനുസരണം ശബ്ദം, എഴുത്ത്, ചിത്രങ്ങൾ, വീഡിയോ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. മാത്രമല്ല, അവ സൂക്ഷിച്ചു വയ്ക്കാനും വീണ്ടും നൽകുവാനും ഞാൻ തയ്യാറാണ്. പല ഗെയിമുകളിലും നമ്മൾ ഒന്നിച്ചു പങ്കെടുക്കാറുള്ളത് മറന്നിട്ടില്ലല്ലോ. എനിക്ക് നിരന്തരം മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതറിയാൻ ശ്രമിക്കണേ. ടെലിഗ്രാഫ് എന്നെ നിങ്ങൾക്ക് അത്ര പരിചയമുണ്ടാവില്ല, കാരണം ഞാൻ ഇന്നില്ല. പക്ഷേ വളരെ കാലം ജനങ്ങൾ പെട്ടെന്നുള്ള ആശയവിനിമയത്തിന് എന്നെയാണ് ആശ്രയിച്ചിരുന്നത്. അകലെ എന്നർത്ഥമുള്ള ടെലി, എഴുതുക എന്നർത്ഥമുള്ള ഗ്രാഫിൻ എന്നീ 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ടെലിഗ്രാം എന്ന് എനിക്ക് പേരുണ്ടായത്. ഇടയ്ക്കെങ്കിലും എന്നെയൊന്ന് ഓർക്കണേ. എൻ്റെ ചരിത്രം അന്വേഷിച്ചറിയില്ലേ? റേഡിയോ മാർക്കോണി എന്ന ശാസ്ത്രജ്ഞനാണ് എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. വാർത്തകൾ എത്രയും പെട്ടെന്ന് ലോകം മുഴുവൻ എത്തിക്കാൻ എനിക്കാകും. പക്ഷേ ശബ്ദം മാത്രം നൽകുവാനേ എനിക്ക് കഴിയൂ. എങ്കിലും വിജ്ഞാനപ്രദവും രസകരവുമായ എന്തെല്ലാം പരിപാടികളാണ് ദിവസവും നിങ്ങൾക്കായി ഒരുക്കുന്നതെന്നറിയാമോ? ഒന്ന് കേട്ടു നോക്കൂ, മറക്കരുത്. ടെലിവിഷൻ ഞാനിന്ന് നിങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെയാണ്. ടെലി എന്ന ഗ്രീക്ക് പദവും വിഷൻ എന്ന ലാറ്റിൻ പദവും ചേർന്നാണ് എൻ്റെ പേരുണ്ടായത്. വാർത്തകൾ, വിജ്ഞാനം, വിനോദം തുടങ്ങി ഒട്ടേറെ വിശേഷങ്ങളുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഇൻ്റർനെറ്റ് ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറാൻ എനിക്ക് കഴിയും. പരസ്പരം കണ്ടു സംസാരിക്കാനും വീഡിയോ കോൺഫറൻസ് നടത്താനുമെല്ലാം എനിക്ക് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, വിജ്ഞാനം വിരൽത്തുമ്പിൽ എന്ന വിശേഷണം എനിക്ക് നന്നായി ചേരുമെന്ന്? ഫാക്സ് ചിത്രങ്ങളും വിവരങ്ങളുമായി എന്നെ ഏൽപ്പിക്കുന്ന ഏതു സന്ദേശത്തിൻ്റെയും തനിപ്പകർപ്പ് ഏതു രാജ്യത്ത് വേണമെങ്കിലും എത്തിക്കാൻ എനിക്ക് കഴിയും. കൂടെ ഫോൺ സന്ദേശവും കൈമാറാൻ പറ്റും. എൻ്റെ പേരാണ് ഫാക്സ്. ടെലിഫോൺ മിസ്റ്റർ വാട്സൺ, ഇവിടെ വരൂ, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. എൻ്റെ ആദ്യ ശബ്ദമാണിത്. 1876 മാർച്ച് 10 ഞാൻ ജനിച്ചത്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന മഹാനായ ശാസ്ത്രജ്ഞനാണ് എന്നെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഇന്ന് എൻ്റെ കൂട്ടുകാർ നിരവധിയാണ്. എന്തെല്ലാം സേവനങ്ങളാണ് ഞങ്ങൾ ഇന്ന് നൽകുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. വാക്കി ടോക്കി എന്നെ നിങ്ങൾക്ക് പരിചയമില്ലേ? പോലീസുകാരുടെ കയ്യിൽ നിങ്ങൾ എന്നെ കണ്ടിരിക്കും. എന്നെ കൂടുതലായി ഉപയോഗിക്കുന്നത് അവരാണ്. രാജ്യസുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനുമെല്ലാമായി ഞാൻ എപ്പോഴും ഉണർന്നിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാനും കൊണ്ടു നടക്കുവാനും കഴിയുന്ന ആദ്യത്തെ ഉപകരണം ഞാനാണ്. മൊബൈൽ ഫോൺ ഹലോ, ഒന്ന് നോക്കൂ, ഞാനിന്ന് ആകെ സ്മാർട്ടായിട്ടില്ലേ? അതെ, നിങ്ങളുടെ കളിക്കൂട്ടുകാരൻ. ഫോൺ വിളിക്കുവാൻ മാത്രമല്ല, സന്ദേശങ്ങൾ അയക്കാൻ, ഫോട്ടോ എടുക്കാൻ, വീഡിയോ ഗെയിമുകൾ തുടങ്ങി നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകുവാൻ ഞാൻ തയ്യാറാണ്. ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ എനിക്ക് കഴിയും. പരസ്പരം കണ്ട് സംസാരിക്കുവാൻ കഴിയുന്ന എൻ്റെ പുതിയ പതിപ്പിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയും വാർത്താവിനിമയ മാധ്യമങ്ങളാണ് നമുക്ക് ചുറ്റും ഉള്ളത്. ഇനി ഇത് നോക്കിക്കേ, ക്രമപ്പെടുത്തൂ. ചിത്രങ്ങൾ നോക്കി ഉപയോഗത്തിൽ വന്നതിൻ്റെ ക്രമത്തിൽ എഴുതൂ. നമുക്കിവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിനെ പഴയതിൽ നിന്നും പുതിയതിലേക്ക് വന്നിട്ടുള്ളതിൻ്റെ ക്രമത്തിൽ എഴുതി നോക്കാം. അതായത് ആദ്യം വരുന്നത് ഏതാണ്? ടെലിഗ്രാഫ്, പിന്നീട് ഫാക്സ്, പിന്നീട് ടെലിഫോൺ, പിന്നീട് മൊബൈൽ ഫോൺ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ, തരം തിരിക്കൂ. സന്ദേശങ്ങൾ കൈമാറുന്നതിൻ്റെ സ്വഭാവമനുസരിച്ച് താഴെ പറയുന്ന സംവിധാനങ്ങളെ തരംതിരിച്ച് പട്ടികയിൽ എഴുതൂ. ഇവിടെ നമുക്ക് ഫോൺ, പത്രം, റേഡിയോ, ഇമെയിൽ, ടെലിവിഷൻ, ഫാക്സ് ഇങ്ങനെ 6 വാർത്താവിനിമയ സംവിധാനങ്ങൾ തന്നിട്ടുണ്ട്. അതിനെ 2 ആയിട്ട് തരംതിരിക്കണം. ഒന്ന് ആശയം കൈമാറ്റം വ്യക്തിയിലേക്ക്, രണ്ടാമത്തേത് ആശയ കൈമാറ്റം സമൂഹത്തിലേക്ക്. ആശയ കൈമാറ്റം വ്യക്തിയിലേക്ക് എന്നുള്ളതിന് താഴെയായിട്ട് വരുന്നത് ഫോണ്, രണ്ടാമതായി ഇമെയിൽ, അടുത്തത് ഫാക്സ്. ഇനി ആശയ കൈമാറ്റം സമൂഹത്തിലേക്ക് ഏതൊക്കെ വരും? പത്രം, റേഡിയോ, ടെലിവിഷൻ. ഒരു സന്ദേശം ഒരു കൂട്ടം ആളുകൾക്ക് ഒരേ സമയം കൈമാറ്റം ചെയ്യുന്ന സംവിധാനങ്ങളെ ബഹുജന ആശയവിനിമയ മാധ്യമങ്ങൾ എന്ന് പറയുന്നു. ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ വരിക? പത്രം, ടെലിവിഷൻ, റേഡിയോ ഇതെല്ലാം ബഹുജന ആശയവിനിമയ മാധ്യമങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തതായി നമുക്കിവിടെ ഒരു പത്ര കട്ടിംഗ് തന്നിട്ടുണ്ട്, കണ്ടോ? ടെലിഗ്രാം നിർത്തലാക്കി. അടുത്ത കാലം വരെ ഉപയോഗിച്ചു വന്നിരുന്ന ചില വിവരവിനിമയ സംവിധാനങ്ങൾ ഇന്ന് നിലവിലില്ല. എന്തുകൊണ്ട്?
പുതിയ കാലത്തെ പുതിയ വിവരവിനിമയ സംവിധാനങ്ങൾ വന്നതുകൊണ്ട് തന്നെ പഴയ കാലത്തെ സംവിധാനങ്ങൾ ആരും ഉപയോഗിക്കാതായി. അതുകൊണ്ടാണ് അടുത്ത കാലം വരെ ഉപയോഗിച്ചു വന്നിരുന്ന ആ സംവിധാനങ്ങളെ നിർത്തലാക്കിയത്. ഇന്ന് വാർത്താവിനിമയ സംവിധാനങ്ങൾ പല മേഖലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. എന്തെല്ലാം, എങ്ങനെയെല്ലാം? ഇവിടെ 2 കാർട്ടൂൺ ചിത്രങ്ങൾ കണ്ടോ കൂട്ടുകാരെ? നോക്കിക്കേ. ആദ്യത്തേത് ഒരു വാർത്ത വായിക്കുന്ന രംഗമാണ്. മണിക്കൂറിൽ 150 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അടുത്തത് നോക്കിക്കേ. മൊബൈൽ ഫോൺ പിന്തുടർന്ന് കുറ്റവാളിയെ കണ്ടുപിടിച്ചു. മറ്റേതൊക്കെ മേഖലകളിലാണ് ഇവ ഉപയോഗിക്കുന്നത്? അന്വേഷിച്ചറിയൂ. തത്സമയ സംപ്രേഷണം, കാലാവസ്ഥാ പ്രവചനം, കുറ്റാന്വേഷണം, മുന്നറിയിപ്പുകൾ. നിങ്ങൾക്കറിയാമോ മൊബൈൽ ഫോണിലൂടെ ശബ്ദം എങ്ങനെയാണ് കേൾവിക്കാരനിൽ എത്തുന്നത്? ദേ നോക്കിക്കേ. ഒരാൾ പറയുന്നത് മറ്റൊരാളിലേക്ക് മൊബൈൽ ഫോണിലൂടെ എങ്ങനെയാണ് എത്തുന്നത്? സിഗ്നലുകൾ ഒരുപാട് ടവറുകളിലേക്ക് സഞ്ചരിച്ചാണ്, ടവറുകളുടെ സഹായത്തോടെയാണ് അല്ലേ എത്തുന്നത്? വിവരവിനിമയ സാങ്കേതിക വിദ്യ അനുദിനം പുരോഗമിച്ചു വരികയാണ്. കാലാവസ്ഥാ മാറ്റങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ മുതലായവ മുൻകൂട്ടി അറിയാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നുമുള്ള വിവരങ്ങൾ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അറിയാനും വിവരങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനും വിവരവിനിമയ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുന്നു. ഈ പാഠത്തിൽ നിന്നും നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ? പഴയകാല വാർത്താവിനിമയ സംവിധാനങ്ങൾ തിരിച്ചറിഞ്ഞ് വിശദീകരിച്ചു. വിവരവിനിമയ രംഗത്തെ ക്രമാനുഗതമായ വളർച്ച തിരിച്ചറിഞ്ഞ് വിശദീകരിച്ചു. ആധുനിക വിവരവിനിമയ സംവിധാനങ്ങളെപ്പറ്റി കുറിപ്പുകൾ തയ്യാറാക്കി. വിവിധ വാർത്താമാധ്യമങ്ങളെ അവയുടെ സ്വഭാവമനുസരിച്ച് തരംതിരിക്കുകയും ചെയ്തു. വിലയിരുത്താം. ചോദ്യം 1. ആദ്യകാലത്ത് വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന പക്ഷി ഏത്? ഉത്തരം പ്രാവ്. 2. വാർത്തകൾ കാണാനും കേൾക്കാനും കഴിയുന്ന മാധ്യമം ഏത്? ഉത്തരം ടെലിവിഷൻ. 3. നിങ്ങൾക്കറിയാവുന്ന മലയാള പത്രങ്ങളുടെ പേരുകൾ എഴുതുക. മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, ചന്ദ്രിക, സുപ്രഭാതം തുടങ്ങിയവയെല്ലാം പത്രങ്ങളാണ്. ചോദ്യം 4. ആദ്യകാല വാർത്താവിനിമയ സംവിധാനങ്ങളുടെ പരിമിതികൾ എന്തെല്ലാമായിരിക്കും? എന്തൊക്കെയാണ് കൂട്ടുകാരെ? ഒരു സമയം ഒരു ഭാഗത്തു നിന്നുള്ള സന്ദേശം മാത്രമേ കൈമാറാൻ സാധിച്ചിരുന്നുള്ളൂ. വാർത്തകൾ കൈമാറാൻ കാലതാമസം വന്നിരുന്നു. സന്ദേശം കിട്ടിയോ എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ചോദ്യം 5. ലാൻഡ് ഫോൺ, മൊബൈൽ ഫോൺ എന്നിവയുടെ മികവുകളും പരിമിതികളും കണ്ടെത്തുക. ലാൻഡ് ഫോണിൻ്റെ മികവ് എന്തായിരുന്നു? ഒരേ സമയം ശബ്ദ സന്ദേശങ്ങൾ കൈമാറാൻ സാധിക്കുന്നു. എന്നാൽ പരിമിതി എന്താണ്? കണ്ട് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ കയ്യിൽ കൊണ്ടു നടക്കാൻ സാധിച്ചിരുന്നില്ല എന്നതും ഒരു പരിമിതിയാണ്. ഇനി മൊബൈൽ ഫോണിൻ്റെ മികവുകൾ എന്തൊക്കെയാണ്? നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാം, എപ്പോൾ വേണമെങ്കിലും എന്ത് സന്ദേശം വേണമെങ്കിലും അയക്കാം, കണ്ടും സംസാരിക്കാം, കേട്ടും സംസാരിക്കാം. പരിമിതി എന്താണ്? മൊബൈൽ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയാൽ നമുക്ക് ആശയവിനിമയം തുടർന്ന് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ കയ്യിൽ നിന്ന് വീണിട്ടോ മറ്റോ പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയും കൂടുതലാണ്. ചോദ്യം 6. താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും ഉചിതമായ വാർത്താവിനിമയ ഉപകരണം ഏത്? എ. കടലിൽ ഒറ്റപ്പെട്ടു പോയ മീൻപിടുത്തക്കാരന് മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ. ഉത്തരം സാറ്റലൈറ്റ് ഫോൺ. ബി. കാലാവസ്ഥാ പ്രവചനം കേൾക്കുന്നതിന്. ഉത്തരം റേഡിയോ. സി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം തത്സമയം കാണുന്നതിന്. ഉത്തരം ടെലിവിഷൻ. ഇത്രയുമാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ. STD 1 മുതൽ STD 4 വരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും വീഡിയോകൾ, പാഠങ്ങളുടെ ചോദ്യോത്തരങ്ങൾ എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആവശ്യമുള്ള വീഡിയോകൾ STD 4 എന്ന പ്ലേലിസ്റ്റിൽ പോയി കാണുക. താങ്ക്